ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സൺഡേ ആണ്. മെയ് 17 അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഈ വർഷം കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് സൺഡേ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ സ്പെഷ്യലായിട്ട് അച്ഛന് മാക്സിമം സർപ്രൈസൊക്കെ കൊടുത്ത് ഇന്നത്തെ ദിവസം തന്നെ ഫുള്ള് സെറ്റ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് അമ്മനെയും അച്ഛനെയും കൂടെ അമ്പലത്തിലോട്ട് വിട്ടിട്ടുണ്ട്. രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് പറയുമ്പോൾ തന്നെ അച്ഛനിന്ന് എന്താ സ്പെഷ്യലായിട്ട് അച്ഛനിപ്പോഴും ബർത്ത്ഡേ ആണെന്നുള്ള ഓർമ്മയൊന്നും അച്ഛനില്ല കേട്ടോ. എന്നാലും ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് അമ്പലത്തിലേക്ക് പോകണമെന്നുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് അമ്മനെയും അച്ഛനെയും കൂടെ അമ്പലത്തിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് വന്നപ്പോൾ തന്നെ നാളേക്കുള്ള ഡ്യൂട്ടി കുറച്ച് നേരത്തെ പോകേണ്ടതാണെന്ന് അച്ഛൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ എണീറ്റതും നിർബന്ധമായിട്ടും അമ്പലത്തിലേക്ക് പോകണമെന്നും പറഞ്ഞു. അതുമാത്രമല്ല ഇന്നത്തെ ഡ്യൂട്ടി ലീവാക്കാനും പറയുകയൊക്കെ കൂടി ചെയ്തപ്പോൾ അച്ഛൻ ആകെ കൺഫ്യൂഷനായിട്ടാണ് ഇപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ. വീട്ടിൽ ആർക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ, ബർത്ത്ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സ്പെഷ്യൽ ഡേയ്സ് എന്തുണ്ടെങ്കിലും അച്ഛൻ എപ്പോഴും ഭയങ്കര മെമ്മറി പവറാണ്. ഓർത്ത് വെച്ചിട്ട് അന്നത്തെ ദിവസം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കേക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അച്ഛൻ ചെയ്തു തരാറുണ്ട്. പക്ഷേ അച്ഛൻ്റെ ബർത്ത്ഡേ എല്ലാ വർഷവും അച്ഛൻ മറന്നു പോകാറുണ്ട്. നമ്മൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ എന്തെങ്കിലുമൊക്കെ കേക്ക് കട്ട് ചെയ്യുക, ഗിഫ്റ്റ് കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അച്ഛൻ ഒരിക്കലും അത് ഓർമ്മയേ ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് റൂം അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണല്ലേ എന്ന് അച്ഛൻ അറിയണത്. അപ്പോൾ ഇന്നും ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. രാവിലെ എണീറ്റു, അച്ഛൻ്റെ വർക്കിന് പോകണവിടേക്ക് വിളിച്ച് ലീവൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അച്ഛന് ബർത്ത്ഡേ ആണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അവരമ്പലത്തിലേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഡെക്കറേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല വേറെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും വരുമ്പോഴത്തേക്കും സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് പറ്റുന്ന പോലെ ഒരുവിധം എല്ലാം ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ നമ്മൾ ഈ സൈഡ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവർ വരുമ്പോഴുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. വരുന്നുണ്ട്, ഞാനതുകൂടെ കാണിച്ചു തരാം.